നമസ്കാരം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഓട്സിൻ്റെ പുട്ടും മുളപ്പിച്ച പയറുമാണ്. സൂപ്പർ കോമ്പിനേഷനാണ് രണ്ടും കൂടെ. കാര്യം എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോള്, പ്രഷർ, ഷുഗർ അതുപോലെ വെയിറ്റ് കുറയ്ക്കുന്നവർക്കുമായിട്ടുള്ള അടിപൊളി ഭക്ഷണം. കാര്യം ഇതിനകത്തുള്ള ഗ്ലൈസമിക് ഇൻഡെക്സ് ലെവൽ എന്ന് പറഞ്ഞാൽ വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കുന്നവർക്ക് സൂപ്പറാണ്. ഏത് സമയം നമുക്ക് വേണമെങ്കിലും കഴിക്കാം. ഇത് ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. പക്ഷെ പലർക്കും പുട്ട് ഇഷ്ടമാണ്. ഇത് എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഇത് നനയ്ക്കാനായിട്ടുള്ള കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാത്തതുകൊണ്ടായിരിക്കും പലരും ഇത് ചെയ്യാത്ത. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലൂടെയാണ് ഞാൻ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ആ വീഡിയോ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാടുമില്ല, വളരെ ഈസിയാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. നല്ല ഇതാണ് സംഭവം. കണ്ടില്ലേ, പുട്ടും അതുപോലെ പയറും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പം മുട്ടക്കറിയോ ചിക്കനോ എന്തെങ്കിലും എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ കൂടൊപ്പം കഴിക്കാനായിട്ട് പറ്റും. ഓട്സിൻ്റെ പുട്ടിനോടൊപ്പം. പലർക്കും അറിയില്ല നനയ്ക്കകത്ത്. ഇതിനകത്ത് കണ്ടു നോക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഇത് കണക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓട്സ് ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും ഇട്ട് ഇതുപോലെ നോക്കി വെള്ളം തളിക്കുന്നത്. ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കില്ല കേട്ടോ. ഇത് കണക്ക് തളിച്ചതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഒരുപാടിട്ട് പൊടിക്കരുത്, ഒന്ന് ജസ്റ്റ് പൊടിക്കുകയും ചെയ്യാം. അതായത് ഇതേ കണക്ക് കട്ടക്കിരിക്കുക. എന്നിട്ട് നമ്മൾ ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് അടച്ച് മാറ്റി വെക്കണം. വീണ്ടും നമുക്ക് എടുത്തിട്ട് ആവശ്യമായിട്ടുള്ള കോക്കനട്ടും ഒക്കെ ചേർത്ത് ഒന്നും കൂടെ പൊടിച്ചെടുക്കണം. ഒരുപാടിട്ട് പൊടിക്കുമ്പോഴത്തേന് പൊടിയെല്ലാം ഇതേ കണക്ക് ഈ ഒരു പരുവമായിരിക്കണം കേട്ടോ. ഒരുപാട് വെള്ളവും എടുത്തൊഴിക്കലും വെള്ളം കുറഞ്ഞും പോകരുത്. ഈ ഒരു പരുവത്തിൽ നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടാണ് കേട്ടോ. അപ്പോഴും നിങ്ങൾ ഇതേ കണക്ക് പൊടിച്ചിട്ടതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള കോക്കനട്ട് കൂറ്റിയിലിട്ടതിന് ശേഷം മാവും വാരിയിട്ട് ഇതേ കണക്ക് പുഴുങ്ങിയെടുക്കാം. ഇതിനോടൊപ്പം ഞാൻ മുളപ്പിച്ച പയറാണ് എടുത്തേക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മുളപ്പിച്ച പയറിനകത്ത് വെള്ളം ഒഴിച്ച് കഴുകി പിന്നെ കുറച്ച് നേരം അടയ്ക്കാൻ വെച്ചതിന് ശേഷം ഒരു 3-4 വട്ടം ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം രാത്രി ഉറങ്ങുന്നതിന് മുന്നേ വരെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് അങ്ങ് അടച്ചു വെച്ചാൽ രാവിലെ ഇതേ കണക്ക് മുളച്ചിരിക്കും. എന്നിട്ട് കുക്കറിനകത്തിട്ട് കുറച്ച് വെള്ളം കുടഞ്ഞ് ഉപ്പ് ഇട്ടതിന് ശേഷം വേവിച്ചെടുത്താൽ ഇതേ കണക്ക് കറക്റ്റായിട്ടുള്ളൊരു പരുവമായിരിക്കും. ഇതിനകത്ത് നമുക്ക് കുറച്ച് കോക്കനട്ടും പഞ്ചസാരയൊക്കെ ചേർത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കോഫി ആയിട്ടൊക്കെ കുടിക്കാൻ നല്ല ബെസ്റ്റാണ്. അതുപോലെ രാത്രി ഡിന്നറിന് നമുക്ക് എടുക്കാം. വെയിറ്റൊക്കെ കുറയ്ക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. വീഡിയോ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ടല്ലേ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.